ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലെയും ഫേസ്ബുക്ക് പേജിലെയും എല്ലാ കൂട്ടുകാരെയും ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കുട്ടികളുടെ ആരോഗ്യവും ബുദ്ധിയും വർദ്ധിപ്പിക്കാനായി വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു എനർജി ഡ്രിങ്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം, തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും പ്രവർത്തനക്ഷമത കൂട്ടുന്നതിനും അതേപോലെ ശരീരം പുഷ്ടിപ്പെടുത്തുന്നതിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ബദാം. ഓർമ്മശക്തി കൂട്ടുവാനും അതേപോലെ ബുദ്ധി വർദ്ധിപ്പിക്കാനും ശരീരം വണ്ണം വയ്ക്കുവാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് കപ്പലണ്ടി. അപ്പോൾ ഈ സ്പെഷ്യൽ മെമ്മറി ബൂസ്റ്റിംഗ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുവാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കവർ പാലാണ്. ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് നമ്മുടെ ആവശ്യാനുസരണം ചേഞ്ച് ചെയ്യാം. 3 ഗ്ലാസ് മിൽക്ക് ഷേക്ക് കിട്ടത്തക്ക വിധത്തിലാണ് ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നത്. ബദാം ഒരു 20 എണ്ണം വേണം. അതിപ്പോൾ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ തൊലി പൊളിച്ചെടുക്കാൻ എളുപ്പമാണ്. അതേപോലെ പോഷക ഗുണങ്ങളും വർദ്ധിക്കുന്നുണ്ട്. നമുക്ക് ഒരു ദിവസം കഴിക്കാവുന്ന ബദാമിൻ്റെ എണ്ണം എന്ന് പറയുന്ന ഒരു 4 എണ്ണം മതിയാകും. അതിൽ കൂടുതൽ ആവശ്യമില്ല. ഇനി കുറച്ച് കാഷ്നട്ടും അതുപോലെ തന്നെ കപ്പലണ്ടിയും എടുക്കുക. ഇത് രണ്ടും ഇതേപോലെ തന്നെ കുറച്ച് സമയം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത ശേഷമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാൻ എളുപ്പമാണ്. ഇനി കപ്പലണ്ടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇതൊരു ഓപ്ഷണലായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര, രുചിക്കായിട്ട് ഒരു ഏലക്ക എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് പാല് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. പാലിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പാല് തിളച്ച് വരുമ്പോൾ നമുക്ക് പഞ്ചസാര കൂടി അതിൽ ചേർത്തിളക്കാം. മിക്സിയുടെ ചെറിയ ജാറിൽ ബദാമും അതുപോലെ കാഷ്നട്ടും കപ്പലണ്ടിയും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് പാല് കൂടി ഇതിൽ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കുക. പാലിലേക്ക് നമുക്ക് ഈ അരച്ചു വച്ചിരിക്കുന്ന പേസ്റ്റ് കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, കാര്യം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബദാം മിൽക്ക് തയ്യാറായിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ചൂട് മാറിയ ശേഷം നമുക്ക് കുടിക്കാം. ബദാമിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ കുട്ടികൾക്ക് അടിക്കടി ഉണ്ടാകുന്ന രോഗങ്ങൾ, അതായത് തുമ്മൽ, ജലദോഷം, പനി ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബദാം ആഹാരത്തിൽ ഡെയിലി ഒന്ന് ഉൾപ്പെടുത്തുക. ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് ഏറ്റവും സേഫായിട്ട് സാധിക്കുന്നൊരു കാര്യമാണ്. പിന്നെ മുടിയുടെ ആരോഗ്യത്തിനും താരൻ ഉള്ളവർക്കും അതുപോലെ ത്വക്ക് രോഗങ്ങളൊക്കെ വരുന്നവർക്ക് ബദാം കഴിക്കുന്നത് വളരെയേറെ നല്ല ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്നുണ്ട്. കലോറിയും കൊഴുപ്പും ഒക്കെ ധാരാളമുള്ള ഒന്നാണ് ബദാം. അതുകൊണ്ട് തന്നെ ദിവസവും നമ്മളിത് ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ ശരീരഭാരം വർദ്ധിക്കുന്നതാണ്. വണ്ണം വയ്ക്കുന്നില്ല എന്ന് പരാതി പറയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ബദാം ഇന്നു മുതൽ കഴിക്കുക. അപ്പോൾ ഇതേ രീതിയിൽ മിൽക്ക് ഷേക്ക് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. മുടിക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ ഈ ബദാം കഴിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ. വൈറ്റമിൻ ഇതിൽ ധാരാളമുള്ളതിനാൽ നമ്മുടെ ചർമ്മ സൗന്ദര്യം വർദ്ധിക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. കുട്ടികളുടെ നിറം വർദ്ധിക്കാനും സൗന്ദര്യം കൂടാനും ഒക്കെ എന്ത് ചെയ്യണമെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതേപോലുള്ള നല്ല ഫുഡ്സ് മക്കൾക്ക് കൊടുക്കാനായിട്ട് ഓർക്കുക. ബദാം ആണെങ്കിലും കപ്പലണ്ടി ആണെങ്കിലും നമ്മൾ വെറുതെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കുതിർത്ത ശേഷം കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ കുതിർത്ത് ശേഷം നമ്മൾ അരച്ചെടുക്കുന്നതാണ് നല്ലത്. ഒരു 10 മുതൽ 12 മണിക്കൂർ നേരം കുതിർത്ത് കഴിഞ്ഞാൽ പോഷക മൂല്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് ലഭിക്കും. കുതിർക്കാതെ കഴിക്കുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും സെല്ലുലോസും ഒക്കെ ശരിയായ രീതിയിൽ ദഹിക്കുകയില്ല. കുട്ടികളുടെ പല്ലുകളുടെയും എല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് ബദാം മിൽക്ക് കഴിക്കുന്നതിലൂടെ ഗുണം കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ആദ്യമായി ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അയക്കുന്ന ഓരോ കമൻസിനും ഞാൻ റിപ്ലൈ അയക്കാറുണ്ട്. നോട്ടിഫിക്കേഷൻ കിട്ടാത്തത് മൂലം ചില സമയങ്ങളിൽ എനിക്ക് റിപ്ലൈ അയക്കാൻ സാധിക്കാതെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ പുതിയ ഒരു കമൻ്റായിട്ട് നിങ്ങൾ ഒന്നുകൂടി പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ഫേസ്ബുക്ക് പേജിൽ
എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. ഒരല്പം വൈകിയാലും ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.